എല്ലാവർക്കും എക്സ്പ്ലോർ ഹൊറൈസോൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സിപ്പ് ലൈനും ഭ്രമരം വ്യൂ പോയിൻറ്റും അതുപോലെ സാൻഡൽ കാസൽ റിസോർട്ടും പോയതിനു ശേഷം ഞങ്ങൾ ബുക്ക് ചെയ്ത ദേശാടൻ എക്കോ വാലി റിസോർട്ടിലേക്കാണ് എത്തിയത്. തിരക്കു പിടിച്ച ജീവിതത്തിൽ നിന്ന് ഒന്ന് മാറി സമാധാനമായിട്ട് ഒരു എക്കോ ഫ്രണ്ട്ലി മഡ് ഹൗസ് കോൺസെപ്റ്റിൽ നല്ല പ്രൈവസിയോടും അതോടൊപ്പം അതിനനുസരിച്ചുള്ള സർവീസും ഫുഡും കിട്ടുന്ന ഒരു സ്റ്റേ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച സാൻഡൽ കാസൽ റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ദേശാടൻ എക്കോ വാലി ഉള്ളത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടേക്ക്. ഈ കാണുന്ന ആദ്യത്തെ റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കയറി ചെല്ലുമ്പോൾ എല്ലാവിധ സൗകര്യത്തോടു കൂടിയുള്ള നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇവിടെ കിട്ടിയത്. മരത്തടിയുടെ ഷേപ്പിലാണ് ഇതിൻ്റെ കട്ടിലിൻ്റെയും മറ്റു ഫർണിച്ചറിൻ്റെയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൂന്നാമതൊരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ പാകത്തിൽ ഒരു എക്സ്ട്രാ കോട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൂമിനോട് ചേർന്നുള്ളൊരു വിശാലമായ ഒരു ബാൽക്കണിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിലാക്സായി ഇരുന്നു കൊണ്ട് ഇവിടുത്തെ പ്രകൃതി ഭംഗിയും പച്ചപ്പും തണുപ്പും ഒക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് സ്പോട്ടാണ് ഈ ബാൽക്കണി. കോംപ്ലിമെൻ്ററിയായി വെള്ളവും ടീ ബാഗ്സും മറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചായയോ കാപ്പിയോ ഉണ്ടാക്കി കുടിക്കാം. ഈ കാണുന്ന രീതിയിലാണ് നമുക്ക് വാഷ്റൂം കിട്ടുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഷ്റൂം തന്നെയാണ് ഇവിടെ കിട്ടിയത്. ഈ പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ 5 റൂംസ് മാത്രമുള്ള ഒരു ചെറിയ പ്രോപ്പർട്ടിയാണ് ഈ റിസോർട്ട്. 3 സുപ്പീരിയർ റൂമും ഒരു പ്രൈവറ്റ് വില്ലയും ഒരു സുപ്പീരിയർ വില്ലയുമാണ് ഇവിടെയുള്ളത്. കാന്തല്ലൂരിലെ മഡ് ഹൗസ് കോൺസെപ്റ്റ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാവുന്ന ഓപ്ഷനാണ് ഈ പ്രോപ്പർട്ടി. മുനിയറയെ അനുസ്മരിക്കുന്ന രീതിയിലാണ് ഇത് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നേച്ചറോട് ബ്ലെൻഡായി കിടക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ നിർമ്മാണം. ഇതാണ് ഇവിടുത്തെ സുപ്പീരിയർ വില്ല. അതുപോലെ ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രൈവറ്റ് വില്ല. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് സുപ്പീരിയർ റൂംസും കാണാം, അതായത് നമ്മൾ താമസിക്കുന്ന റൂം. ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, പക്ഷെ അതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അതുപോലെ ഒരു റാബിറ്റ് കേജും നമുക്കിവിടെ ഈ പ്രോപ്പർട്ടിയിൽ കാണാം. ഈ കാണുന്നതാണ് റിസപ്ഷൻ ഏരിയ. Booking.com വഴിയാണ് ഞങ്ങളിവിടെ ബുക്ക് ചെയ്തത്. ഫാമിലി ആയിട്ട് വരുന്നവർക്കാണ് ഞാൻ ഈ പ്രോപ്പർട്ടി റെക്കമെൻഡ് ചെയ്യുന്നത്. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്. നമ്മുടെ റൂംസിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കാർ പാർക്കിംഗ് ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. ഇനി ഇവിടുത്തെ നൈറ്റ് ആംബിയൻസിൻ്റെ കാര്യമാണെങ്കിൽ ഈ കാണുന്ന പോലെ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടു നോക്കാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഒരു കുടിലിൻ്റെ ഷേപ്പിൽ ഓപ്പൺ വ്യൂ തരുന്ന രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഇതിൻ്റെ നിലം മുഴുവൻ മണൽ കൊണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിൽ മൊത്തത്തിൽ നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയത്. മുൻകൂട്ടി ഓർഡർ ചെയ്താൽ നല്ല ഫ്രഷ് ആയിട്ടാണ് ഇവർ നമുക്ക് ഉണ്ടാക്കി തരുന്നത്. കാലത്ത് ഈ കാണുന്ന രീതിയിലാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത്. ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും
ഉള്ളത് നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാന്തല്ലൂരിലെ മഡ് ഹൗസ് താമസം എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ വേറൊരു നാട്ടിലെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.